ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് അതൊരൊറ്റ നോട്ടത്തിൽ പറയുന്ന രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതിൽ നമ്മൾ പറയുന്നത് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഷെഡ്യൂളുകളാണ്. നമുക്കറിയാം ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷന് 1950 അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് 8 ഷെഡ്യൂൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ അത് 12 ഷെഡ്യൂളായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ 12 ഷെഡ്യൂൾ നോക്കാം. ഫസ്റ്റത്തെ ഷെഡ്യൂൾ നമ്പറും സബ്ജക്റ്റ് മാറ്ററും ആണുള്ളത്. ഫസ്റ്റ് ഷെഡ്യൂൾ നെയിം ഓഫ് ദി സ്റ്റേറ്റ്സ് ആൻഡ് ദെയർ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷന്, അതുപോലെ തന്നെ നെയിം ഓഫ് ദി യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് ദെയർ എക്സ്റ്റെൻസ്. ഇതാണ് ഒന്നാമത്തെ ഷെഡ്യൂൾ. സ്റ്റേറ്റ്സിൻ്റെ പേരും അതിൻ്റെ ടെറിട്ടോറിയൽ ഭൂപരിധിയും ജൂറിസ്ഡിക്ഷനും ഒക്കെ. അതിൽ തന്നെ ഉൾപ്പെടുന്ന നെയിം ഓഫ് യൂണിയൻ ടെറിട്ടറീസ്, നമുക്കുള്ള സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസിൻ്റെ അധികാര പരിധികളും മറ്റും നിശ്ചയിക്കുന്നതാണ് ഒന്നാമത്തെ ഷെഡ്യൂള്. രണ്ടാമത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ദി എമോൾമെൻറ്റ്സ്, അലവൻസ്, പ്രിവിലേജസ് ആൻഡ് സോ ഓൺ ഓഫ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, ദ ഗവർണർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് സ്പീക്കർ ഓഫ് ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ, chairman and deputy chairman of Rajya Sabha, then speaker and deputy speaker of state legislative assembly, chairman and deputy chairman of legislative council of state, and judges of Supreme Court, judges of High Court, and CAG Comptroller Auditor General. ഇവരെക്കുറിച്ച് ഇവരുടെ വേതനം, അതുപോലെ തന്നെ അലവൻസ്, ഇവരുടെ ശമ്പളം, അതുപോലെ തന്നെ അലവൻസ്, ഇതൊക്കെ പറയുന്നതാണ്. അപ്പോൾ നോക്കുക, ഇതിൽ പ്രസിഡൻ്റ് ഉണ്ട്, അത് യൂണിയൻ ലെവലിൽ പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ ഗവർണർ ഓഫ് സ്റ്റേറ്റ്, സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ. എല്ലാ യൂണിയൻ മിനിസ്റ്റേഴ്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല, പക്ഷേ സ്പീക്കറുടെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ, ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ. അപ്പം നമുക്കറിയാം ചെയർമാൻ ഓഫ് ഈ രാജ്യസഭ, നമുക്കറിയാം വൈസ് പ്രസിഡൻറ്റ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എന്നുള്ളത്. ദെൻ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, ദെൻ ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇത് ഉള്ള സംസ്ഥാനങ്ങളിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ള സംസ്ഥാനങ്ങളിലുള്ള ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും അവിടുത്തെ അസംബ്ലിയിൽ, ഓക്കെ, കൗൺസിലിൽ. ദെൻ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, CAG. ഇവരുടെ ശമ്പളവും അവരുടെ അലവൻസും പ്രിവിലേജസും ഒക്കെ ആണ് സെക്കൻഡ് ഷെഡ്യൂളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ദെൻ തേർഡ് ഷെഡ്യൂളിൽ ഫോംസ് ഓഫ് ഓത്ത് ആൻഡ് അഫർമേഷൻ. ഓത്ത് അല്ലേ, നമ്മുടെ ആരുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതും മറ്റും കാര്യങ്ങളാണ് തേർഡ് ഷെഡ്യൂളിൽ വരുന്നത്. യൂണിയൻ മിനിസ്റ്റേഴ്സ് ഉണ്ട്. കാൻഡിഡേറ്റ്സ് ഫോർ എലക്ഷൻ ടു പാർലമെൻറ്റ്. ഓക്കെ, ഇത് വിട്ടുപോകരുത്. പാർലമെൻറ്റ് ഇലക്ഷനിലേക്കുള്ള കാൻഡിഡേറ്റ്സ്, അവരുടെ സത്യപ്രസ്താവനയെക്കുറിച്ചും പറയുന്നത് ഇതിലാണ്. ദെൻ മെമ്പർ ഓഫ് ദി പാർലമെൻറ്റ്, MP-മാരുടെ ഓത്ത്, അതുപോലെ തന്നെ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്, ദെൻ CAG, ദെൻ സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ്. ദെൻ ഇവിടെ വേറെ പറയുന്നുണ്ട്, നേരത്തെ അവിടെ പറഞ്ഞതുപോലെ, പാർലമെൻറ്റ് പറഞ്ഞതുപോലെ തന്നെ ദ കാൻഡിഡേറ്റ്സ് ഫോർ ദ എലക്ഷൻ ടു ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ, ദെൻ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ, ദെൻ ഹൈക്കോർട്ട്. ഇതാണ് മൂന്നാമത്തെ ഷെഡ്യൂൾ. ഇവരുടെ ഓത്ത് ആൻഡ് അഫർമേഷനാണ് പറയുന്നത് തേർഡ് ഷെഡ്യൂൾ. ദെൻ ഫോർത്ത് ഷെഡ്യൂൾ നോക്കാം. ഫോർത്ത് ഷെഡ്യൂൾ അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ ദി രാജ്യസഭ ടു ദി സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. രാജ്യസഭയിലേക്കുള്ള ഒരു സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിനുമുള്ള സീറ്റുകൾ, അതിൻ്റെ അലോക്കേഷനാണ് ഫോർത്ത് ഷെഡ്യൂളുള്ളത്. ദെൻ ഫിഫ്ത്ത് ഷെഡ്യൂള് പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെയും അവരുടുത്തെ അഡ്മിനിസ്ട്രേഷൻ, ഭരണം, അതുപോലെ തന്നെ അവിടുത്തെ നിയന്ത്രണങ്ങളെയും കുറിച്ചുള്ള പ്രൊവിഷൻസാണ് ഫിഫ്ത്ത് ഷെഡ്യൂളിൽ, അഞ്ചാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ ആറാമത്തെ ഷെഡ്യൂള്
പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ്. 5th-ഉം 6th-ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. പ്രൊവിഷൻ റിലേറ്റിംഗ് ടു അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് അസം, മേഘാലയ, ത്രിപുര, ദെൻ മിസോറാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയാസ് മാത്രം, ഈ 4 സ്റ്റേറ്റ്സ് മാത്രം പ്രൊവിഷൻ റിലേറ്റഡ് ടു ട്രൈബൽ ഏരിയാസ്. ഓക്കെ, ട്രൈബൽ ഏരിയാസിൻ്റെ ഇൻക്ലൂഡായിട്ടുള്ള ഈ 4 സംസ്ഥാനങ്ങളുടെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷന്, അവിടുത്തെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 6th ഷെഡ്യൂളിൽ പറയുന്നത്. 7ാമത്തെ ഷെഡ്യൂൾ സാധാരണ PSC ലെവലിലൊക്കെ ചോദിക്കുന്നതാണ്. 7th ഷെഡ്യൂൾ റിലേറ്റഡ് ടു ഡിവിഷൻ ഓഫ് പവർ, അധികാര വിഭജനം എന്ന് പറയും. സ്റ്റേറ്റ്സും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസും സ്റ്റേറ്റ്സും അതുപോലെ തന്നെ യൂണിയനും തമ്മിലുള്ള അധികാര വിഭജനം. ഓക്കെ, യൂണിയൻ സ്റ്റേറ്റ് ഇൻ ടേംസ് ഓഫ് ലിസ്റ്റ് 3 ലിസ്റ്റുകളുണ്ട്. യൂണിയൻ ലിസ്റ്റ്, ദെൻ സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. പ്രസൻ്റ്ലി യൂണിയൻ ലിസ്റ്റ് കണ്ടെയ്ൻ 98 സബ്ജക്റ്റ്. ഒറിജിനലി എത്രയായിരുന്നു? 97 ആയിരുന്നു, ഇപ്പോൾ 98 ഉണ്ട്. ദെൻ സ്റ്റേറ്റ് ലിസ്റ്റ് കണ്ടെയ്ൻ 59 അല്ലേ, ഇപ്പോൾ 59 ഉള്ളത്. ഒറിജിനലി 66 ആയിരുന്നു. ദെൻ കൺകറൻറ്റ് ലിസ്റ്റ്, ഓക്കെ, കൺകറൻറ്റ് ലിസ്റ്റ് ആയിട്ടുള്ളത് 52 സബ്ജക്റ്റാണ് ഇപ്പോൾ ഉള്ളത്. ഒറിജിനലി അത് എത്രയുണ്ട്? അത് ഒറിജിനലി എത്രയായിരുന്നു? 47 ആയിരുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് അതുപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓരോ സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ കേന്ദ്രത്തിനും അല്ലെങ്കിൽ അവർക്ക് ഒരുമിച്ച് അധികാരങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റ് മാറ്റർ ലിസ്റ്റ് ചെയ്യപ്പെട്ടാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ 8ാമത്തെ ഷെഡ്യൂൾ സാധാരണ എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, ലാംഗ്വേജസ് റെക്കഗ്നൈസ്ഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കപ്പെട്ടത്. ആദ്യം ഒറിജിനലി 14 ലാംഗ്വേജസ് ആയിരുന്നു ആദ്യം അംഗീകരിക്കപ്പെട്ടത്. ഇപ്പോൾ അത് എത്ര ആയിട്ടുണ്ട്? 22 ഭാഷകളായിട്ട് കൂടിയിട്ടുണ്ട്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 14 ഭാഷകളായിരുന്നു അംഗീകരിച്ചത്, ഇപ്പോൾ അത് 22 ഭാഷകളായിട്ടുണ്ട്. ഭാഷകൾ ഏതൊക്കെ എന്ന് നോക്കാം. ആസാമീസ്, ബംഗാളി, ബോഡോ, ദോഗ്രി, ഗുജറാത്തി, ഹിന്ദി, കർണാടക, കാശ്മീരി, കൊങ്കണി, മൈഥിലി, മലയാളം, മണിപ്പൂരി, മറാത്തി, നേപ്പാളി, ഒഡിയ, പഞ്ചാബി. ഓക്കെ, സാൻസ്ക്രിറ്റ്, സന്താളി, സിന്ധി, തമിഴ്, തെലുങ്ക്, ഉറുദു. ഓക്കെ, ഇത്തരത്തിലുള്ള 22 ഭാഷ നമ്മൾ അംഗീകരിക്കപ്പെട്ട ലാംഗ്വേജസ്. ദെൻ നമുക്ക് നോക്കാം. ഇതിൽ സിന്ധി വാസ് ആഡഡ് ബൈ ദി 21st അമെൻമെൻറ്റ് ആക്ട് ഓഫ് 96. സിന്ധി ആഡ് ചെയ്യപ്പെട്ടത്. കൊങ്കണി, മണിപ്പൂരി ആൻഡ് നേപ്പാളി വേർ ആഡഡ് 71st അമെൻമെൻറ്റ് ഓഫ് 1992. ആൻഡ് ബോഡോ, ദോഗ്രി, മൈഥിലി ആൻഡ് സന്താളി വേർ ആഡഡ് 92nd അമെൻമെൻറ്റ്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ആഡ് ചെയ്യപ്പെട്ട ഭാഷയാണ് ബോഡോ, ദോഗ്രി, മൈഥിലി ആൻഡ് സന്താളി. ഈ 4 ഭാഷകൾ 92nd അമെൻമെൻറ്റ് പ്രകാരമാണ്, 2003 ദെൻ ഒറിയയുടെ പേര് റീനെയിം ചെയ്തിട്ടുണ്ട് 2011 96ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരം ഒഡിയ എന്നാക്കിയിട്ടുണ്ട് 2011. അതും കൂടി നോക്കാം. ദെൻ 9th ഷെഡ്യൂൾ, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ലാൻഡ് റിഫോംസ്. ഓക്കെ, ലാൻഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ലാൻഡ് റിഫോംസ് നമുക്കറിയാം 1950-കൾക്ക് ശേഷം, അതിൻ്റെ സ്വതന്ത്രമായതിന് ശേഷം വന്നിട്ട് 51 ശേഷം നമ്മൾ നടപ്പിലാക്കിയതാണ് ഒരു പുതിയ ഭരണകൂടം വന്നിട്ടുള്ളത്. ഓക്കെ, ദ ആക്ട് ഒറിജിനലി 13 and 31st B, ബട്ട് പ്രസൻ്റ്ലി 282 ആണ്. അതായത് നമ്മുടെ സ്വത്തവകാശമൊക്കെ എന്താണ്, കൈവശം വെക്കാവുന്ന സ്വത്തുക്കളുടെ കണക്കൊക്കെ പരിധി നിശ്ചയിക്കുന്നത്. ലാൻഡ് റിഫോംസ്, അബോളിഷൻ ഓഫ് ജമീന്ദാരി സിസ്റ്റം ആൻഡ് ഇതാണ് 9th ഷെഡ്യൂൾ. ലാൻഡ് റിഫോംസ് ആൻഡ് അബോളിഷൻ ഓഫ് ജമീന്ദാരി സിസ്റ്റം.
The Parliament dealing with other matters scheduled. This schedule was ordered ഫസ്റ്റ് അമെൻമെൻറ്റ്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫസ്റ്റ് അമെൻമെൻറ്റ് ഏതായിരുന്നു? 9th ഷെഡ്യൂൾ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതെന്താണ്? ലാൻഡ് റിഫോംസ് ആണ്. ഓക്കെ. ഇപ്പോൾ ടു പ്രൊട്ടക്റ്റ് ലോസ് ഇൻക്ലൂഡഡ് ഇറ്റ് ഫ്രം ജുഡീഷ്യൽ സ്ക്രൂട്ടിനി ഗ്രൗണ്ട് ഓഫ് ദ വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഓക്കെ, ലാൻഡ് റിഫോംസ് ആണോ 9th ഷെഡ്യൂൾ. 10th ഷെഡ്യൂള് അത് അറിയപ്പെടുന്നതാണ് കൂറുമാറ്റ നിയമം. ഓക്കെ, ആൻറ്റി ഡിഫെക്ഷൻ ലോ. ഓക്കെ, പ്രൊവിഷൻ റിലേറ്റഡ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സിൻ്റെ പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്. പാർലമെൻറ്റിലെയും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലെയും മെമ്പേഴ്സിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ, അവരുടെ കൂറുമാറ്റം, അതായത് ഒരു പാർട്ടിയിൽ നിന്ന് ജയിച്ച് പിന്നീട് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറിയാൽ അവരുടെ മെമ്പർഷിപ്പ് റദ്ദാക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷനാണ്. ഓക്കെ, ദിസ് ഷെഡ്യൂൾ വാസ് ആഡഡ് ബൈ 52nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1985. 1985 52ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇത് വന്നിട്ടുള്ളത്. ദിസ് ഈസ് ആൾസോ നോൺ ആസ് ആൻറ്റി ഡിഫെക്ഷൻ ലോ. ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന് പറഞ്ഞാൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷൻസ്. ഓക്കെ, ദെൻ 11th and 12th ഷെഡ്യൂൾ ഈസ് റിലേറ്റഡ് ടു നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ഓക്കെ, 11th ഷെഡ്യൂൾ സ്പെസിഫൈസ് ദ പവർ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പഞ്ചായത്ത്. ഇറ്റ് ഹാസ് 29 matters. This schedule was added 73rd Constitutional Amendment Act of 1992. പഞ്ചായത്ത് രാജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, പഞ്ചായത്ത് രാജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ് 11th ഷെഡ്യൂൾ, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുമായിട്ട്, അതായത് നഗരതലത്തിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് കൊണ്ടുവരുന്നതിൻ്റെയാണ് 12th ഷെഡ്യൂൾ വന്നിട്ടുള്ളത്. Specify the power of authority responsibility of municipalities. It has 18 matters. This schedule was added by the 74th Amendment of Constitution 1992. അപ്പോൾ ഇതിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ 12 ഷെഡ്യൂളാണ്. ഇതിൽ സാധാരണ ചോദിക്കാറുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദെൻ 7th ഷെഡ്യൂളും 8th ഷെഡ്യൂള്, 9th, 10th, 11, 12 ഇത് സാധാരണയായിട്ട് ചോദിക്കാറുള്ളതാണ്. ബാക്കിയുള്ളതും നോക്കി വെക്കണം. 1 മുതൽ 6 വരെയുള്ളത് നോക്കി വെക്കണം. ഇതാണ് സാധാരണ ചോദിക്കാറുള്ളത്.